നിങ്ങൾ ഇതിനു മുൻപ് ചർച്ച ചെയ്ത എന്താണ് കേരളത്തിലെ കുറിച്ച്? സോളാർ കേസ്. ഇപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളെ കൊണ്ട്? ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ്, ഗർഭചിത്രം, ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, ബലാത്സംഗം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് രാഷ്ട്രീയം ചെയ്തൂടെ? നിങ്ങൾക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്തൂടെ കേരളത്തെ കൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ ഞങ്ങൾ പറഞ്ഞ നിലപാട് എന്ന് പറയുന്നത് ഞങ്ങളാൽ സാധ്യമായത് ഞങ്ങൾ ചെയ്യേണ്ട സംഘടനാപരമായ നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി നിലപാടെടുക്കേണ്ടത് ഇവിടുത്തെ ഭരണ സംവിധാനം. ഇപ്പൊ എടുത്തത് സംഘടനാപരമായ നിലപാടാണോ? അല്ല, ഇപ്പൊ എടുത്ത സംഘടനാപരമായ നിലപാടാണോ? നിങ്ങൾക്ക് ഇനി സംഘടനാപരമായി ഒന്നും ചെയ്യാനില്ല എന്നായിരുന്നല്ലോ ഇന്നലെ വരെ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ എടുത്ത എന്ത് നിലപാടാ? വി ആർ അനൂപ്, മാല പോലെ, തിരമാല വരുന്നത് പോലെയായിരുന്നു പിന്തുണ എന്ന് പറയുന്നത്. KPCC അധ്യക്ഷൻ, മുൻ KPCC അധ്യക്ഷൻ, UDF കൺവീനർ തുടങ്ങി MM ഹസൻ തുടങ്ങി ഇങ്ങോട്ട് വലിയ തോതിൽ പരസ്യമായി തന്നെ പിന്തുണച്ചവർ ഏറെയാണ്. ഇന്നലെ KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുമ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷം മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകുന്ന സമയത്ത് ഇന്നലെ KPCC അധ്യക്ഷൻ 12 മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലില്ല എന്ന് പ്രഖ്യാപിച്ചേക്കുമോ എന്ന്, ശരിയാണ്, ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചതിലായിരിക്കും തെറ്റ്, പ്രഖ്യാപിച്ചേക്കുമോ എന്ന് വിചാരിച്ചവർ ഏറെയാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. മുൻപ് പറഞ്ഞതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിരുന്നില്ല. പാർട്ടി ഇതുവരെ സ്വീകരിച്ച നിലപാടുകളുടെ ഔന്നത്യം എടുത്തു പറയുക മാത്രമാണ് ഇന്നലെ പോലും KPCC അധ്യക്ഷൻ ചെയ്തത്. ഇന്ന് ഒരു മുൻകൂർ ജാമ്യാപേക്ഷയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറഞ്ഞാൽ ഉടൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ നിലയ്ക്ക് ഇനി പിന്തുണച്ച് പോകാൻ കഴിയില്ല എന്ന ബോധ്യം ഇന്നലെയാണ്, അല്ലെങ്കിൽ ഇന്ന് ഈ കോൺഗ്രസ് രണ്ട് അഭിപ്രായം വളരെ ശക്തമായി പ്രകടിപ്പിച്ചു തുടങ്ങിയതിന് ശേഷമാണ് അങ്ങനെ ഒരു ബുദ്ധി കോൺഗ്രസ് തലച്ചോറുകളിൽ ഉണ്ടാകുന്നത്. മതിയായോ? മധു, എനിക്ക് മതിയായ സമയം വേണം, അത് കഴിഞ്ഞ് അങ്ങേക്ക് ഇടപെടാം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ഇത്തരം പരാതികൾ പൊതുമണ്ഡലത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ നാൾവഴികൾ നമുക്ക് പരിശോധിക്കാം. ആദ്യമായി അത്തരം പരാതി, പ്രത്യേകിച്ചൊരു പരാതി പേരെടുത്ത് പറയാതെ ഇവിടെ പാനലിൽ തന്നെ ഇരിക്കുന്ന ബഹുമാന്യയായ റെനി ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിക്കപ്പെട്ട സമയത്ത് തന്നെ അതിനകത്ത് കൃത്യമായ ചില സൂചനകൾ മാത്രം വന്ന സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ വഹിച്ചിരുന്ന രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് അയാൾ ഒഴിവാക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം ചില പരാതികൾ 1-2 ദിവസത്തിനകം ചില സൂചനകൾ, ചില ന്യൂസുകൾ വന്ന സമയത്ത് തന്നെ അയാളെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന്, കോൺഗ്രസ്സുകാരനായി കോൺഗ്രസ് രാഷ്ട്രീയം പറയണമെങ്കിൽ ഉള്ള അയാൾക്കുള്ള ഏറ്റവും മിനിമം യോഗ്യത എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വമാണെങ്കിൽ അതിൽ നിന്നേ ഒഴിവാക്കപ്പെടുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത്തരം പരാതിക്കാർക്ക് കൂടുതൽ പരാതിയുമായി നിയമ സംവിധാനത്തെ സമീപിക്കാനുള്ള ആത്മവിശ്വാസം നൽകിയത് കോൺഗ്രസ് പാർട്ടി എടുത്ത നടപടിയാണ്. കോൺഗ്രസ് പാർട്ടി പോലൊരു പാർട്ടി അന്ന് ഈ പറയുന്ന ഒരു പരാതി, രേഖാമൂലമുള്ള പരാതി നിലവിലില്ലാത്ത സാഹചര്യത്തിൽ നടപടിയെടുത്ത പാർട്ടിയാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ തരാം. അതിനുശേഷം സ്വാഭാവികമായി പ്രാദേശിക തലത്തിലൊക്കെ ഒത്തുചേർത്ത് ചില അതിലൊക്കെ രാഹുൽ പങ്കാളിയായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പറഞ്ഞ നിലപാട് എന്ന് പറയുന്നത് ഞങ്ങളാൽ സാധ്യമായത് ഞങ്ങൾ ചെയ്യേണ്ട സംഘടനാപരമായ നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി നിലപാടെടുക്കേണ്ടത് ഇവിടുത്തെ ഭരണ സംവിധാനമാണ്. സംഘടനാപരമായ നിലപാടാണോ? അല്ല, ഇപ്പൊ എടുത്ത സംഘടനാപരമായ നിലപാടാണോ? നിങ്ങൾക്ക് ഇനി സംഘടനാപരമായി ഒന്നും ചെയ്യാനില്ല എന്നായിരുന്നല്ലോ ഇന്നലെ വരെ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ എടുത്ത എന്ത് നിലപാടാ? ഞാനതിലേക്ക് വരാം. താങ്കൾ എനിക്ക് മതിയായ സമയം തരണം. ഞാനത് എനിക്ക് ആ അർത്ഥത്തിൽ നിന്ന് പറഞ്ഞ് വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ സാധ്യമായത് ആ സന്ദർഭത്തിൽ ഞങ്ങൾ സാധ്യമായ സംഘടനാപരമായ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ആക്ട് ചെയ്യേണ്ടത് ഇവിടുത്തെ പോലീസാണ്, നിയമ സംവിധാനമാണ്. ആ ഘട്ടത്തിൽ അതിനെ ഞങ്ങൾ പ്രതിരോധിക്കില്ല, അതിന് ഞങ്ങൾ തടസ്സപ്പെടുന്നില്ല. ഞങ്ങൾ കൂടുതൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ഇവിടെ മാധവ് ഉൾപ്പെടെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നടത്തുന്ന വിമർശനങ്ങളെ ഞങ്ങൾ ഉൾക്കൊള്ളും. പക്ഷെ ഇവിടെ പറയുന്ന CPM-ന്റെ അരുൺകുമാർ പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തോട് ഒരേ ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. P. ശശിക്കെതിരെ പറഞ്ഞ പരാതിക്കാരികൾ ഇപ്പൊ എവിടെയാണ്? അവർ പൊതുമണ്ഡലത്തിലുണ്ടോ? PK ശശിക്കെതിരെ പറഞ്ഞ പരാതിക്കാരികൾ എവിടെയാണ്? അവർ പൊതുമണ്ഡലത്തിലുണ്ടോ? പക്ഷെ P. ശശിയും PK ശശിയും ഇപ്പൊ പൊതുമണ്ഡലത്തിലുണ്ട്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറഞ്ഞ ഞങ്ങളുടെ പാർട്ടി അടക്കം പരാതി പറഞ്ഞ ആളുകൾ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം തന്നെ ഉണ്ടെന്നേ. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഇല്ല. അതാണ് ഞങ്ങളും നിങ്ങളും തമ്മിൽ വ്യത്യാസം. അല്ലെ, ഇത് നോക്കൂ അനൂപ്, നിങ്ങൾക്ക് CPM-മായി കമ്പയർ ചെയ്യുക. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിലും അടുത്തത് CPM-മായുള്ള ഒരു കമ്പാരിസൺ എന്ന നിലയ്ക്കാണ് ഇന്ന് വരെ നിങ്ങളുടെ എല്ലാ നേതാക്കളും പ്രതികരിച്ചു പോന്നിരുന്നത്.
പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ശരി, ഇത് നോക്കൂ, ഈ പറയുന്നത് പോലെ ഏതെങ്കിലും മുൻപുണ്ടായ സ്ത്രീകൾക്കെതിരെ അതിക്രമവുമായി താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് യാതൊരു അതിക്രമങ്ങളും അധിക്ഷേപങ്ങളും ഒരു താരതമ്യത്തിനും നിൽക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ആ തരത്തിൽ ഒരു തീവ്രതയും ആരും അളക്കാനും പാടില്ലാത്തതാണ്. അതൊക്കെ കൃത്യമാണ്. പക്ഷേ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു അഴിമതി ചെയ്താൽ അന്തസ്സോടെ ആ വിഷയം ചർച്ച ചെയ്യാം. ഇന്ന് ഈ പാനലിൽ ഇരിക്കുന്ന ഒരാളോട് ഞാൻ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ പറഞ്ഞപ്പോൾ നാണക്കേടാണ് ഞങ്ങൾക്കെന്നാണ് പറഞ്ഞത്. ഒരു അഴിമതി ചെയ്താൽ രാഷ്ട്രീയത്തിൽ അന്തസ്സായ ആ വിഷയം ചർച്ച ചെയ്യാം. നിങ്ങൾ ഇതിനു മുൻപ് ചർച്ച ചെയ്ത എന്താണ് കേരളത്തിലെ കുറിച്ച്? സോളാർ കേസ്. ഇപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളെ കൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ്, ഗർഭചിത്രം, ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, ബലാത്സംഗം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് രാഷ്ട്രീയം ചെയ്തൂടെ? നിങ്ങൾക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്തൂടെ കേരളത്തെ കൊണ്ട് എന്നുള്ളതാണ് ചോദ്യം.